ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാല ബന്ധമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്നും കൂടിക്കാഴ്ചയിൽ മോദി ആവശ്യപ്പെട്ടു. ഇന്ത്യ റഷ്യ ബന്ധം ആഴത്തിലുള്ളതാണ് എന്ന് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയും വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ലോകമാകെ ഉറ്റുനോക്കിയതാണ് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ഇത്തവണ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി, അതിന് മുന്നോടിയായി, അതിനുശേഷമൊക്കെ നടന്ന നയതന്ത്ര ചർച്ചകളും അതിപ്രധാനമാണ്. മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ രൂപപ്പെട്ട പുതിയ ധാരണകൾ എന്തൊക്കെയാണ് അതിനുശേഷം പുറത്തുവരുന്ന വിവരങ്ങൾ ചൈനയിൽ നിന്നും? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ഉച്ചകോടിയായിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ഇത്തവണത്തേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത് US-ന്റെ തീരുവ യുദ്ധം തന്നെയാണ്. ചൈന, റഷ്യ, ഇന്ത്യ എന്നീ 3 രാജ്യങ്ങൾ തമ്മിൽ പുതിയൊരു ചേരി രൂപപ്പെടുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഈ ഒരു ഉച്ചകോടിക്കിടെയുണ്ടായ പല കൂടിക്കാഴ്ചകൾ, ഔപചാരികവും അനൗപചാരികവുമായ ചർച്ചകൾ എന്നിവ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ സംഘർഷം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യം ഇന്ത്യ ഉന്നയിക്കുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തു വന്നിരുന്നു. യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്തു വരികയാണെന്നും സമാധാനത്തിനായി അടുത്തിടെ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. 2 കക്ഷികളും ക്രിയാത്മകമായി മുന്നോട്ടു പോകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുവെന്നും എത്രയും വേഗം സംഘർഷം അവസാനിപ്പിച്ച് ഈ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണാമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യക്ക് ഉള്ളത് എന്നുമാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സമാധാനത്തിന് വേണ്ടി ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ വ്ളാഡിമിർ പുടിൻ അഭിനന്ദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്തിടെയുണ്ടായ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളും മോദി പുടിൻ കൂടിക്കാഴ്ചയുമായി ഉണ്ടായി. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തിറക്കും. അതിൽ എന്തെല്ലാം മറ്റ് നിർണായകമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. വിജയകുമാർ. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മോദി അടുത്ത സുഹൃത്താണ് എന്ന് പുടിൻ പറഞ്ഞു. പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടിയും കാത്തിരിക്കുകയാണ് എന്ന് നരേന്ദ്രമോദി മറുപടി പറഞ്ഞു. ഒരു സംയുക്ത പ്രസ്താവന, ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.